നമസ്കാരം. അടുത്തിടെ നടന്ന സിനിമാ കഥകളെ പോലും വെല്ലുന്ന ട്വിസ്റ്റുകളുള്ള ഒരു സംഭവത്തെക്കുറിച്ച് പറയാം. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ പൂനെ നഗരത്തിലൂടെ മോട്ടോർ ബൈക്കിൽ രണ്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ പോവുകയായിരുന്നു. പെട്ടെന്നൊരു പോർഷെ കാർ ഇവരെ ഇടിച്ചു തെറിപ്പിച്ചു. കാർ 200 കിലോമീറ്ററോളം സ്പീഡിലായിരുന്നു എന്നാണ് അറിവ്. കാർ ഓടിച്ച ആളാണെങ്കിൽ മൈനറും, ഒരു 17കാരൻ. മധ്യപ്രദേശിലെ ബിർസിംഗ്പൂർ സ്വദേശി അനീഷ് അവാഡിയ, ജബൽപൂർ സ്വദേശിനി അശ്വിനി കോഷ്ത എന്നിവർ അപ്പോൾ തന്നെ മരണമടഞ്ഞു. അപ്പോഴേക്കും പോലീസ് എത്തി. അവർക്ക് ആദ്യം അറിയേണ്ടിയിരുന്നത് മരിച്ച യുവതിയും യുവാവും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ്. BBA നേതാവ് പ്രകാശ് അംബേദ്കർ ഉൾപ്പെടെയുള്ളവർ ഈ ആരോപണം ഉയർത്തുന്നുണ്ട്. വാഹനം ഓടിച്ച 17കാരൻ കാല് നിലത്തുറയ്ക്കാത്ത വിധം ഫിറ്റാണ്. ഇൻസ്പെക്ടർ രാഹുൽ ജാഗ്ദാലെ, അസിസ്റ്റന്റ് പോലീസ് ഇൻസ്പെക്ടർ വിശ്വനാഥ് തോഡ്ഗരി എന്നിവരാണ് സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ. ഈ 17കാരൻ്റെ രക്തസാമ്പിൾ പരിശോധനയ്ക്ക് അയക്കാൻ ഇവർ ആദ്യം തയ്യാറായില്ല. ഞായറാഴ്ച പുലർച്ചെ 3 മണിക്കാണ് അപകടം നടന്നതെന്ന് ആദ്യം പറഞ്ഞല്ലോ. രാത്രി 11 മണിയോടെയാണ് രക്തസാമ്പിളുകൾ ശേഖരിച്ചത്. ഈ പണവും അധികാരവുമുള്ളവർ ബോധമില്ലാതെ വണ്ടി ഓടിച്ച് അപകടം ഉണ്ടാക്കിയാൽ രക്തസാമ്പിൾ പരിശോധിക്കാൻ 12 അല്ല, ചിലപ്പോൾ 24 മണിക്കൂർ വരെ വേണ്ടി വന്നേക്കാം. അത് നമ്മൾ മുമ്പും കണ്ടിട്ടുള്ളതാണ്. +2 വിജയത്തിലെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ 17കാരൻ പബ്ബിലെത്തി സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപാന സദസ്സിൽ പങ്കെടുത്തത്. ശേഷം ആഡംബരക്കാർ അമിത വേഗതയിൽ ഓടിച്ച് അപകടമുണ്ടാക്കുകയാണ് ചെയ്തത്. ഏതായാലും കാർ ഓടിച്ച 17കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ 17കാരനെന്ന് ആവർത്തിച്ച് പറയുന്നത് ഇയാളുടെ പേരെന്താണെന്ന് കൃത്യമായി അറിയാത്തത് കൊണ്ടാണ്. കാരണം 17 വയസ്സായതുകൊണ്ട്, അതായത് പ്രായപൂർത്തിയാകാത്ത ആളായതുകൊണ്ട് പോലീസ് കൃത്യമായി പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഏതായാലും ഉടൻ തന്നെ ഇയാൾക്ക് ജാമ്യം അനുവദിച്ചു. പ്രതിക്ക് ബർഗറും പിസയും ഒക്കെ നൽകി സൽക്കരിക്കാനും പോലീസ് മറന്നില്ല. ഇതിനെ തുടർന്ന് ജനരോഷം ഉയർന്നു, വലിയ വിവാദമായി. അതോടെ ജാമ്യം റദ്ദാക്കി. പ്രതിഷേധത്തെ തുടർന്ന് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പ്രതിയായ കൗമാരക്കാരനെ റിമാൻഡ് ചെയ്തു. കേസുമായി ബന്ധപ്പെട്ട് പബ്ബ് മാനേജർ, പബ്ബിൻ്റെ ഉടമ, ഈ 17കാരൻ്റെ പിതാവ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. പബ്ബ് അടച്ചുപൂട്ടി. ഇനിയാണ് ട്വിസ്റ്റ്. വാഹനം ഓടിച്ചത് താനല്ല എന്നും ഒപ്പമുണ്ടായിരുന്ന ഡ്രൈവറായിരുന്നുവെന്നും കാറിൽ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഇതിന് സാക്ഷിയാണെന്നും 17കാരൻ പറഞ്ഞു. വീട്ടുകാരും ഇത് ശരിവെച്ചു. പോലീസ് പിന്നെയും വെട്ടിലായി. ഡ്രൈവറെ ചോദ്യം ചെയ്തു. അയാൾ എന്താണ് പറഞ്ഞതെന്ന് പോലീസ് വെളിപ്പെടുത്തിയില്ല. സംഭവത്തിൽ പോലീസിൻ്റെ കൂടുതൽ വീഴ്ചകൾ പുറത്തു വന്നതിന് പിന്നാലെ ഇൻസ്പെക്ടർ രാഹുൽ ജാഗ്ദാലെ, അസിസ്റ്റന്റ് പോലീസ് ഇൻസ്പെക്ടർ വിശ്വനാഥ് തോഡ്ഗരി എന്നിവരെ സസ്പെൻഡ് ചെയ്തു. ഇത് സംബന്ധിച്ചുള്ള വാർത്താക്കുറിപ്പ് അഡീഷണൽ പോലീസ് കമ്മീഷണർ മനോജ് പാട്ടീൽ പുറത്തിറക്കി. കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയതിനാണ് സസ്പെൻഷൻ. എന്നാൽ ഇപ്പോൾ ഈ സംഭവത്തിൽ വളരെ നിർണായകമായ ഒരു വഴിത്തിരിവുണ്ടായി. പ്രതിയായ കൗമാരക്കാരൻ്റെ മുത്തച്ഛൻ അറസ്റ്റിലായി. നേരത്തെ ഈ 17കാരൻ്റെ ജാമ്യത്തിന് വേണ്ടി ഇടപെട്ടയാൾ മുത്തച്ഛനാണ്. അയാളുടെ പേര് സുരേന്ദ്രകുമാർ അഗർവാൾ. ഇയാളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. എന്തിനാണെന്നോ, നിയമവിരുദ്ധമായി തടവിൽ വെച്ചെന്നും കുറ്റം ഏൽക്കുന്നതിന് ഭീഷണിപ്പെടുത്തിയെന്നുമുള്ള കുടുംബത്തിലെ ഡ്രൈവറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. അപകടത്തിന് പിന്നാലെ ഡ്രൈവറുടെ മേൽ കുറ്റം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചതായി പൂനെ പോലീസ് പറയുന്നു. പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ സംരക്ഷിക്കാൻ കുടുംബം ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ഈ മുത്തച്ഛൻ ഡ്രൈവറെ പൂട്ടിയിട്ട് കുറ്റം ഏറ്റെടുക്കാൻ നിർബന്ധിച്ചു. കുറ്റം ഏറ്റെടുക്കുന്ന സാഹചര്യത്തിൽ അയാളെ മോചിപ്പിക്കാമെന്നായിരുന്നു ഉറപ്പ് നൽകിയത്. സുരേന്ദ്രകുമാറും മകനും ചേർന്ന് ഡ്രൈവറുടെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി. മെയ് 19 മുതൽ 20 വരെ അന്യായമായി തടവിൽ വെച്ചു. പിന്നീട് ഇയാളുടെ ഭാര്യ ഇടപെട്ടാണ് മോചിപ്പിച്ചത്. ക്രൈംബ്രാഞ്ചിലെ ഒരു ഉദ്യോഗസ്ഥൻ ഇത് പറഞ്ഞതായി ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നോക്കണേ, ഇനി ഈ കേസിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.